ഹായ് എല്ലാവർക്കും ടൈ ടൂൾസിൻ്റെ പുതിയതിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ MX900 വീണ്ടും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനാണ് വീണ്ടും റിവ്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്കാനർ ഓഫർ പ്രൈസിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് 59,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 3 ഇയർ അപ്ഡേറ്റോട് കൂടിയിട്ട് ഈ ഒരു സ്കാനർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിലേക്ക് വേണ്ട എല്ലാ ഫംഗ്ഷൻസും ചെയ്യാൻ പറ്റുന്ന ഒരു ഡയഗ്നോസ്റ്റിക്സ് 100% നമുക്ക് കവർ ആകുന്ന ഓയിൽ സർവീസ് റീസെറ്റ് ആയിക്കോട്ടെ, ABS ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ABS കാലിബ്രേഷൻ ആയിക്കോട്ടെ, ഇഞ്ചക്ടർ കോഡിംഗ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക്സ് പ്രൊസീജിയറും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാനറാണ് MX900 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കാനർ 59,000 രൂപയ്ക്ക് 3 ഇയർ അപ്ഡേറ്റോട് കൂടിയിട്ട് നമുക്കൊരു 1 മന്ത് ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം, എനിക്ക് ഈ ടൂളിനെ പറ്റി കുറേ കൂടി അറിയണം, ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽ തരുന്നതായിരിക്കും. പ്ലസ് നിങ്ങൾ നമ്മുടെ ടൂൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു 1 ഡേ ട്രെയിനിങ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്കൊരു സ്കാനിങ് ടൂൾ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ റീഡ് റേറ്റ് ഫംഗ്ഷൻസ് എങ്ങനെയാണ്, റീഡ് കോഡ് എറേസ് കോഡ് ഫംഗ്ഷൻസ് എങ്ങനെയാണ്, ലൈവ് ഡാറ്റ എങ്ങനെ, അങ്ങനെ ഒരു DTC നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസ് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നിങ്ങളൊരു സ്കാനർ മേടിക്കുകയാണെങ്കിൽ ഒരു 1 ഡേ ട്രെയിനിങ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ഫംഗ്ഷൻസ് എബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളതെന്ന് വെച്ചാൽ ഒരു വെൻഡോയാണുള്ളത്. അപ്പോൾ നമ്മളിത് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വിൻ നമ്പർ, ഓട്ടോ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു വെഹിക്കിളിൻ്റെ വിൻ നമ്പർ ഇത് ടൂൾ റീഡാക്കി എടുത്തോളും. ഓൾറെഡി ഇതിൻ്റെ വിൻ നമ്പർ വന്നിട്ടുണ്ട്. നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആ ഒരു സെഗ്മെൻറ്റ് മെനുവിലേക്ക് പോകും. സോ നമുക്ക് ഇതിനകത്ത് ഓൾറെഡി വെഹിക്കിളിന് ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഓൾറെഡി ക്ലസ്റ്ററിനകത്തുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വാർണിംഗ് ലൈറ്റിന് എന്താണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരെ ഡയഗ്നോസ്റ്റിക്സ് എടുക്കുന്നു. അതിനകത്ത് ഞാൻ നേരെ ഫുൾ സ്കാൻ ചെയ്യുന്നതിന് പകരം നേരെ എനിക്ക് ഈസിയുമാണ് സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ നേരെ കൺട്രോൾ യൂണിറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് എഞ്ചിൻ സെലക്ട് ചെയ്യുന്നു. എഞ്ചിൻ്റെ ഡയഗ്നോസ്റ്റിക്സ് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈസി ഇൻഫർമേഷൻ, ട്രബിൾ കോഡ്, ലൈവ് ഡാറ്റ. അപ്പോൾ ഈ ഈസിയുടെ കോഡിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഈസി ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിളിൻ്റെ ഈസിയുടെ കോഡിംഗ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഈസിയുടെ കോഡിംഗ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ഫോൾട്ടാണ് ഈ സിമ്മിൽ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രബിൾ കോഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഫോൾട്ട് കോഡാണുള്ളത്. കൂളൻ്റ് പമ്പിനെ പറ്റിയാണ്. കൂളൻ്റ് പമ്പ് ടു ഓപ്പൺ സർക്യൂട്ട്, കൂളൻ്റ് പമ്പ് ബി ഷോർട്ട് സർക്യൂട്ട് റേഞ്ച്. സോ ഈ 2 ഫോൾട്ട് കോഡാണ് ഈ വെഹിക്കിളിനകത്തുള്ളത്. സോ ഈ ഒരു സ്കാനർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കാനർ മേടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് ഇപ്പോൾ. കാരണം നിലവിൽ 59,000 രൂപയാണ് ഈ സ്കാനർ വരുന്നുള്ളൂ. 3 ഇയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം ഒരു അപ്ഡേറ്റിന് മാത്രം ഏകദേശം 12,000 രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസും കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് കുറവ് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു.